ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കാർത്തിക പുറത്തേക്ക് പോയ വിവരം ശാലിനിയെ വിളിച്ച് ശ്യാമ അറിയിക്കണം. ശ്യാമയുടെയും ശാലിനിയുടെയും സംശയം ശരിയാണെന്ന നിലപാടിലേക്ക് ഇരുവരും എത്തിച്ചേരുന്നു. കാർത്തികയും വിഷ്ണുവും തമ്മിലുള്ള വിവാഹകാര്യം കളവായിരുന്നു എന്നുള്ള സത്യം അവരുടെ പല പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത ശ്യാമ അത് ശാലിനിയുടെ സംശയം ശരിയായിരുന്നു എന്ന് സമ്മതിക്കുകയും കുഞ്ഞേച്ചി പറഞ്ഞതുപോലെ തന്നെ അവർക്കിടയിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് ശ്യാമ പറയുന്നു. എന്തായാലും കാർത്തികയുടെ മേൽ നിന്റെ ഒരു കണ്ണ് വേണമെന്ന ശാലിനിയുടെ ആവശ്യം കേട്ട് കാർത്തികയുടെ മേൽ എന്റെ രണ്ട് കണ്ണുകളും ഉണ്ടാകും കുഞ്ഞേച്ചി എന്ന് ശ്യാമ മറുപടി നൽകുമ്പോൾ കാർത്തിക വീട്ടിൽ നിന്നിറങ്ങി നേരെ എത്തിച്ചേരുന്നത് മധുശ്രീ പറഞ്ഞ ആ കീഴൂർ റോഡിലേക്കായിരുന്നു. അവിടെ എത്തിയ കാർത്തികയുടെ നേരെ മധുശ്രീ മറ്റൊരു ആവശ്യവുമായിട്ടാണ് എത്തുന്നത്. മധുശ്രീയോട് എന്തിനാണ് തന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞതും ഇപ്പോ ഇത്ര ധൃതി പിടിച്ച് തന്നോട് ഇവിടേക്ക് വരാനായി പറഞ്ഞത് എന്തിനാണെന്നും മധുശ്രീയോട് ചോദിക്കുകയാണ് കാർത്തിക. കാർത്തികയുടെ ചോദ്യങ്ങൾ കേട്ട് മധുശ്രീ പറഞ്ഞു, നിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് നിന്നെ കാണാനുള്ള മോഹം കൊണ്ടൊന്നും അല്ല, മറിച്ച് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നീയുമായി ബന്ധപ്പെട്ട ആ രഹസ്യങ്ങൾ സത്യഭാമയുടെ മുന്നിൽ വെളിപ്പെടുത്താൻ എനിക്ക് അധിക നേരമൊന്നും വേണ്ട. എന്നിട്ടും നീ എന്റെ മുന്നിൽ പലപ്പോഴും പലതും മറച്ചു പിടിക്കുകയാണ്. എല്ലാ സത്യങ്ങളും നീ എന്നോട് തുറന്നു പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എഗ്രിമെന്റ്, ഒരു കരാറിൻ പ്രകാരമാണ് നീ ഇപ്പോൾ സത്യഭാമയുടെ വീട്ടിൽ കഴിയുന്നത്. വിഷ്ണുവും നീയും ചേർന്ന് നടത്തുന്ന ഈ നാടകത്തിന് തിരശീലയിടാൻ എന്റെ ഒരു ഫോൺ കോൾ കൊണ്ട് സാധിക്കും. എന്നിട്ടും നീ എന്നോട് ആത്മാർത്ഥതയും കൂറും കാട്ടുന്നില്ല. നിന്റെ ജീവിതം തകർന്നു പോകാതെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്ന അതിനുവേണ്ടിയുള്ള ഒരു കരുണ കാട്ടിയ എന്നോട് നീ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് പെരുമാറുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഇല അനങ്ങിയാൽ പോലും അത് എന്റെ കാതുകളിൽ എത്തിക്കണമെന്ന് നിന്നോട് പറഞ്ഞിട്ട് പോലും നീ അതിന്റെ സത്യം എന്റെ മുന്നിൽ വെളിപ്പെടുത്താനോ ആ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കാനോ ശ്രമിക്കുന്നില്ല. പലപ്പോഴും ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചാണ് വിവരങ്ങൾ അന്വേഷിക്കുന്നത്. എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിയാൻ ഞാൻ പലപ്പോഴും നിന്നെ വിളിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെ നടന്ന സംഭവത്തിന് ബാക്കി ഭാഗം എന്താണെന്ന് അറിയാനുള്ള എന്റെ ആകാംക്ഷ അറിയാമായിരുന്നിട്ടും നീ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിന്നെ കൊണ്ട് നടപ്പിലാക്കിയതിന്റെ റിസൾട്ട് എന്തെന്നറിയാൻ ഞാൻ എത്ര നേരം കാത്തിരുന്നെന്നോ. നിന്നെ ഒന്ന് ഫോൺ വിളിക്കാനായി ഒരുങ്ങിയപ്പോഴും നീ എന്നെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ കുറെ തവണ കാത്തിരുന്നിട്ടും നിന്റെ ഫോൺ കോൾ വരാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ തയ്യാറായത്. അത്രത്തോളമൊക്കെ നീ എന്നോട് കാണിക്കുമ്പോൾ ഞാൻ നിന്റെ മേലും അതുപോലെ തന്നെ തിരിച്ച് നീ കാണിക്കുന്ന ആത്മാർത്ഥതയില്ലായ്മ ഞാനും കാണിക്കുന്നത് കൊണ്ട് തെറ്റൊന്നും തന്നെ ഇല്ലല്ലോ എന്ന് കാർത്തികയോട് മധുശ്രീ ചോദിച്ചു. അത് കേട്ട മധുശ്രീ പറഞ്ഞ് ചോദ്യങ്ങൾ കേട്ട് കാർത്തിക പറഞ്ഞു, ഞാൻ ആത്മാർത്ഥതയില്ലായ്മ കാണിക്കുന്നുണ്ടെന്ന് മധുശ്രീക്ക് എങ്ങനെയാ തോന്നിയത്? ഇന്നലെ രാത്രിയിൽ മധുശ്രീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സത്യാമ്മയുടെ മുന്നിൽ അഭിനയിച്ചല്ലോ. വിഷ്ണുവേട്ടൻ മടങ്ങി എത്തുന്നതിന് മുൻപ് തന്നെ സത്യാമ്മയോട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. വിഷ്ണുവേട്ടൻ രാത്രിയിൽ ശാലിനിയെ കാണാൻ പോയിരിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോ ആ വാക്കുകൾ കേട്ടതിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം വിഷ്ണുവേട്ടൻ നടത്തിയതിന്റെ മേലാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ സത്യമ്മ തയ്യാറായത്. ഒരു കാരണവശാലും വിഷ്ണുവേട്ടൻ ഇനി ശാലിനിയെ അന്വേഷിച്ചു പോകാതിരിക്കാനാണ് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിക്കാൻ ജോത്സ്യനെ വിളിച്ചു വരുത്തിയത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം ആ ജോത്സ്യം വന്ന് കബടി നിർത്തിയതും അദ്ദേഹത്തിന് മറ്റെന്തോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയുകയും നല്ലൊരു മുഹൂർത്തം ഞങ്ങൾക്കായി കുറിക്കാൻ ഈ മാസം ഒന്നും ഇനി ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഇനി ഒരു നല്ല ദിവസം ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയതോടെ തൽക്കാലം ഞങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണെന്ന് കാർത്തിക പറയുന്നു. അത് കേട്ട മധുശ്രീ പറഞ്ഞു, എന്നാൽ അതിലാണ് എനിക്ക് വീഴ്ച വന്നിരിക്കുന്നത്. നീ അങ്ങനെ പറയുമ്പോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ നീ ആശ്വാസം കൊള്ളുമ്പോ സത്യത്തിൽ ശാലിനിയാണ് ഇവിടെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ശാലിനിയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വിഷ്ണുവിനെ നഷ്ടമായെന്നും നീ എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിൻ്റെത് മാത്രമായി മാറിയെന്നും ഒരു ചിന്ത ശാലിനിക്കുണ്ടാകണം. ശാലിനിക്ക് ഇനി ഒരിക്കലും വിഷ്ണുവിനെ തിരികെ കിട്ടാൻ പോകുന്നില്ല എന്നും നീ വിഷ്ണുവിന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞുവെന്നുള്ള ആ സത്യം ശാലിനിക്ക് ബോധ്യമാകണം. അതിനുവേണ്ടിയാണ് ഇനി നീ ഓരോന്നും ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വിശ്വാസം ശാലിനിയുടെ മേൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഇനി നീ ശ്രമിക്കേണ്ടത്. വിഷ്ണുവിനെ ഇനി ഒരിക്കലും അവൾക്ക് തിരികെ കിട്ടില്ല എന്നും വിഷ്ണു കാർത്തികയുടെ മാത്രം ഭർത്താവായി മാറിക്കഴിഞ്ഞുവെന്നും അത് എല്ലാ രീതിയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യം വരണം. അതിനുവേണ്ടിയാണ് ഇനി നീ ഓരോന്നും ചെയ്യേണ്ടതെന്ന് കാർത്തികയോട് മധുശ്രീ പറഞ്ഞു. അത് കേട്ട മധുശ്രീയുടെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ കാർത്തിക നോക്കുന്നു.
ഒരിക്കലും അങ്ങനെ പറ്റില്ല എന്നും മാത്രമല്ല അങ്ങനെ ഒരു സന്ദർഭം ഒരിക്കലും തന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും വിഷ്ണുവേട്ടനും താനും വെറും ഒരു നാടകം കളിക്കുന്നത് തന്നെ, ഇങ്ങനെ ഒരു നാടകത്തിന് വേണ്ടി തയ്യാറെടുത്തത് തന്നെ ഹർഷനുമായിട്ടുള്ള എന്റെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകാനും വിഷ്ണുവേട്ടന് ശാലിനിക്കൊപ്പം ജീവിക്കാനുമാണ്. വിഷ്ണുവേട്ടന്റെ കാര്യത്തിൽ ഇപ്പോൾ മധുശ്രീ പറഞ്ഞതുപോലെ ഒരു നിലപാട് ഞാൻ എടുക്കാമെങ്കിലും എന്റെ ജീവിതം തകർത്തുകൊണ്ടുള്ള ഒരു നീക്കം ഞാൻ നടത്തേണ്ടതുണ്ടോ എന്ന് മധുശ്രീയോട് കാർത്തിക ചോദിക്കുന്നു. കാർത്തികയുടെ ചോദ്യം കേട്ട് മധുശ്രീ പറയുന്നത്, എനിക്ക് വേണ്ടത് ശാലിനിയുടെ കണ്ണുനീർ മാത്രമാണ്. ഒരിക്കലും ശാലിനി തന്റെ ജീവിതം തിരികെ പിടിക്കാൻ കഴിയുമെന്നൊരു ചിന്ത ശാലിനിയുടെ മനസ്സിലേക്ക് ഉണ്ടാകരുത്. ഒരു കാരണവശാലും വിഷ്ണുവും നീയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ല എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ടാണ് നീ എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിൻ്റെത് മാത്രമായി തീർന്നുവെന്ന് അവളെ ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു വിവാഹബന്ധം തുടങ്ങിയെന്നറിഞ്ഞാൽ പിന്നെ ശാലിനിക്ക് ഇപ്പോ ഉണ്ടായ തകർച്ചയിൽ നിന്ന് മൂക്കുകുത്തിയുള്ള ആ വീഴ്ച കൂടുതൽ പൂർണ്ണമാവുകയും ചെയ്യും. അതാണ് എനിക്ക് വേണ്ടത്. അവളിപ്പോൾ നിലംപൊത്തി വീണെടുത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഇനിയും അവൾ കാരണങ്ങൾ കണ്ടെത്തും. വിഷ്ണു നിന്റെയും വിവാഹം നടന്നിട്ടില്ല എന്നുള്ള സത്യം അവൾ ഏതെങ്കിലും വിധേന മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾക്ക് നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ അവൾക്ക് നഷ്ടമായിട്ടില്ല എന്നുള്ള സത്യം അവൾ ഒരിക്കലും അറിയരുത്. എന്നേക്കുമായി അവളുടെ വിഷ്ണുവേട്ടനെ അവൾക്ക് നഷ്ടമായതാണ് അവൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയായാൽ ഒരിക്കലും അവൾ ഇനി ഒരു തിരിച്ചുവരവിന് തയ്യാറെടുക്കില്ല. ഇതോടെ അവളുടെ പതനം പൂർണ്ണമാവുകയും ചെയ്യും. അതാണ് എനിക്ക് കാണേണ്ടത്. അവളൊരു കളക്ടർ എന്ന നിലയിൽ വലിയ ഉയരങ്ങളിൽ ഇരിക്കുകയാണെങ്കിലും ജീവിതത്തിൽ അവൾ എല്ലാ രീതിയിലും തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതിനേക്കാളേറെ ആഘാതങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ അവൾ തന്നെ സ്വയം അവളുടെ ജീവിതം അവസാനിപ്പിച്ചോളും. അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതം തകർത്തെറിഞ്ഞവളുടെ ജീവിതം ഒരിക്കലും ശോഭനമായി മാറരുത്. അവൾ ഒരു കാലത്തും എന്റെ നേർക്ക് ഉയർത്തെഴുന്നേറ്റ് വരാനോ എന്റെ മേൽ തലയുയർത്തി പിടിച്ചു നിൽക്കാനോ പാടില്ല. എന്നും അവൾ തകർന്നടിഞ്ഞ് ഇനി ഒരിക്കലും തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കണം, സ്വയം ജീവനൊടുക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതും. അതിനാണ് ഞാൻ നിന്റെ സഹായവും നിന്റെ സപ്പോർട്ടും ആവശ്യപ്പെടുന്നത്. നിന്നെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിന്റെ ഈ കളവുകളൊന്നും ഈ കള്ളത്തരങ്ങളൊന്നും സത്യാമ്മയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്താതെ നിന്നെ ഇപ്പോൾ സംരക്ഷിച്ചു നിർത്തുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഞാൻ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ മാത്രം നിനക്ക് വിഷ്ണുവിന്റെ ഭാര്യ എന്നുള്ള ഈ കള്ളപ്പേരിൽ നിന്റെ ജീവിതം പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടക്കാല താവളം എന്ന രീതിയിൽ നിനക്ക് സത്യഭാമയുടെ വീട്ടിൽ കഴിയാം. അതല്ല എങ്കിൽ എന്റെ ഒപ്പം നിൽക്കുന്നില്ല എങ്കിൽ ജയശങ്കറിനെ ഈ നിമിഷം വിളിച്ചു വരുത്തുകയും എല്ലാ സത്യങ്ങളും സത്യഭാമയുടെ മുന്നിൽ വിളിച്ചു പറയുകയും ജയശങ്കറിന്റെ കൂടെ നിന്റെ വീട്ടുകാർക്കരികിലേക്ക് നിന്നെ പറഞ്ഞയക്കാനും എനിക്ക് സാധിക്കും. അത് നിസ്സാരമായ കാര്യമാണെന്ന് നീ മറന്നു പോകരുതെന്ന് കാർത്തികയെ ഓർമ്മപ്പെടുത്തി. നിനക്ക് ഇനിയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റേതായ നീക്കങ്ങൾ നടത്തിക്കൊള്ളാമെന്ന മധുശ്രീയുടെ ഭീഷണി കേട്ട് അവസാനം അതിന് വഴങ്ങാൻ തയ്യാറാകുന്നു കാർത്തിക. എപ്പോഴും വിഷ്ണുവേട്ടനെ എല്ലാ രീതിയിലും ഞാൻ വഞ്ചിക്കുകയും വിഷ്ണുവേട്ടനെ ചതിക്കുകയും ചെയ്യുകയാണ്. വിഷ്ണുവേട്ടൻ തന്റെ മേൽ ഉറപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം മറ്റാരോടും ഒരിക്കലും പരസ്പരമുള്ള ഈ കരാറ് ഒരാളോടും പങ്കുവെക്കുകയില്ല എന്നും ഒരാളുടെ മുന്നിലും വെളിപ്പെടുത്തുകയില്ല എന്നും പരസ്പരം ഇരുവരും ചേർന്ന് നടത്തിയ ആ ധാരണകൾ പൊളിച്ചെടുക്കുകയാണ് താൻ ഇപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. മധുശ്രീയുമായിട്ട് കൂട്ടുകൂടിയത് തന്നെ വലിയ അബദ്ധമായി പോയി. ഇതുപോലെയുള്ള ഒരു പിശാചിന്റെ മുന്നിൽ താൻ പിടിക്കപ്പെട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. മധുശ്രീയെ കാണുന്നതിന് മുൻപ് ശാലിനിയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ തനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെങ്കിലും കണ്ടെത്താമായിരുന്നു. ഇനി ശാലിനിയോട് പോലും ഒന്നും പറയാനാവില്ലല്ലോ ദൈവമേ. ശാലിനിയെ പോലെ ഒരു പാവം പെൺകുട്ടിയെ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി ഈ ദുഷ്ടയ്ക്ക് കൂട്ടു നിൽക്കേണ്ടി വരികയാണല്ലോ എനിക്ക്. എന്റെ ജീവിതം മറ്റാരേക്കാളും എനിക്ക് വലുതാണ്. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊന്നും ആലോചിക്കാതെ ഈ മധുശ്രീയുടെ താളത്തിനൊത്ത് അവളുടെ മുന്നിൽ ഒരു അടിമയെ പോലെ പെരുമാറുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ലല്ലോ എന്ന് സ്വയം തന്റെ പ്രവൃത്തികളെ ഓർത്ത് വിഷമത്തോടെ സ്വയം കുറ്റപ്പെടുത്തുകയും എങ്കിലും തന്റെ നിവൃത്തികേടുകൊണ്ട് ഇതിനെല്ലാം കൂട്ടി നിൽക്കേണ്ടി വരുന്നതോർത്ത് മനസ്സിൽ വിഷ്ണുവിനോടും ശാലിനിയോടും മാപ്പ് പറഞ്ഞ് മധുശ്രീയോട് വാക്ക് നൽകുന്നു കാർത്തിക. എന്നാൽ ഇനി ഞാൻ പറയുന്നത് പോലെ എന്റെ ഫോൺ കോൾ വരുന്നതിനനുസരിച്ച് നീ അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയും. ആ നിർദ്ദേശം അനുസരിച്ച് മാത്രം നീ ഓരോന്നും അവിടെ പ്രവർത്തിച്ചാൽ മതിയെന്ന് കാർത്തികയ്ക്ക്
മധുശ്രീ നിർദ്ദേശം നൽകുന്നു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് മധുശ്രീയോട് വാക്ക് നൽകി കാർത്തിക അവിടെ നിന്ന് മടങ്ങുന്നു. കാർത്തികയും മധുശ്രീയും തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് ശ്യാമ പറഞ്ഞതുകൊണ്ട് തന്നെ അത് ആരുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്നറിയാൻ ശ്യാമ പറഞ്ഞ ആ കീഴൂർ റോഡ് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. അവിടെ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണ് മധുശ്രീയും കാർത്തികയും തമ്മിൽ കണ്ടുമുട്ടിയത്. അവർ തമ്മിലുള്ള സംസാരം അല്പം ദൂരെ മാറി നിന്ന് ശാലിനി കാണുന്നു. അപ്പോൾ ശാലിനി ചിന്തിച്ചതുപോലെ തന്നെ അവിടെ എത്തിച്ചേർന്ന കാർത്തിക മധുശ്രീയുടെ ആള് തന്നെയാണെന്ന് മനസ്സിലായി. എങ്കിലും മധുശ്രീയുടെയുമായുള്ള വിവാഹത്തിന് വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടനുമായി വിവാഹം കഴിക്കാനായി തയ്യാറെടുത്ത് നിന്ന മധുശ്രീ ഇങ്ങനെ ഒരു കളി നടത്തേണ്ട കാരണം എന്താണ്? കാർത്തികയുമായിട്ടുള്ള മധുശ്രീയുടെ ബന്ധം എന്തായിരിക്കും? ശരിക്കും കാർത്തിക ആരാണ്? ഇതിനുള്ള ഉത്തരങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്ന് ശാലിനി ആലോചിച്ചു. തൽക്കാലം മധുശ്രീക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനാണോ കാർത്തിക അവിടെ എത്തിയത്? ഇനി തന്റെയും വിഷ്ണുവേട്ടന്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയായിരിക്കുമോ? യഥാർത്ഥത്തിൽ അവരുടെ വിവാഹം നടത്തിയിട്ടുണ്ടാവുമോ എന്നെല്ലാം ശാലിനി ആലോചിച്ചു. അപ്പോഴാണ് ശാലിനിക്ക് ഒരു ബുദ്ധി തോന്നിയത്. വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹം നടന്ന ക്ഷേത്രം ഏതാണ് എന്ന് ഉടനെ കണ്ടെത്തുക. അത് മാത്രമാണ് ഇനിയുള്ള അടുത്ത ഒരു ഉപായം. അങ്ങനെ അവരുടെ വിവാഹം ആ ദിവസം ആ ക്ഷേത്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിവാഹം നടന്നു എന്ന് വിശ്വസിക്കാം. അതല്ല, അങ്ങനെ ഒരു വിവാഹം അവിടെ നടന്നിട്ടില്ല എന്നതാണെങ്കിൽ പിന്നെ ഈ കാണുന്നതൊക്കെ വെറും കള്ളത്തരങ്ങളാണെന്ന് തനിക്ക് വിശ്വസിക്കാം. എന്റെ വിശ്വാസവും പ്രതീക്ഷയും സത്യമാണെന്ന് അതോടെ അനുമാനിക്കാമെന്ന് ശാലിനി തീരുമാനിച്ചു. അതിനുവേണ്ടി ശാലിനി വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹം നടന്ന ക്ഷേത്രം ഏതാണെന്നറിയാൻ ശ്യാമയെ വിളിക്കുന്നു. ശ്യാമ ഫോൺ എടുത്തിട്ട് ആ കാർത്തികയെ കണ്ടു കുഞ്ഞേച്ചി എന്ന് ശ്യാമ അന്വേഷിച്ചു. കാർത്തികയെ ഞാൻ കീഴൂർ റോഡിൽ വെച്ച് കണ്ടു. പക്ഷെ കാർത്തിക സംസാരിച്ചത് ആ മധുശ്രീയുമായിട്ടാണ്. എന്താണ് അവർക്കിടയിലുള്ള സംസാരമെന്ന് എനിക്കും കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ ഇടയിൽ എന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ട്, അത് തീർച്ചയാണ്. മധുശ്രീ കാർത്തികയുടെ മേൽ എന്തോ കാര്യങ്ങളൊക്കെ നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തി എന്തൊക്കെയോ അടിച്ചേൽപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ കാർത്തിക അവിടെ വന്നിരിക്കുന്നത് മധുശ്രീയുടെ ആളായിട്ടാണ്. പക്ഷെ വിഷ്ണുവേട്ടനുമായിട്ടുള്ള മധുശ്രീയുടെ വിവാഹ ദിവസം അവിടെ നിന്ന് വിഷ്ണുവേട്ടൻ ഒളിച്ചോടി കാർത്തികയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ എത്തണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ കള്ളത്തരം വേറെയുണ്ട്. അതിന് പിന്നിൽ നടന്ന നാടകം എന്താണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. അതിനു മുന്നോടിയായിട്ട് അവരുടെ വിവാഹം നടന്നു എന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നീ എന്നെ സഹായിക്കണം മോളെ എന്ന് ശാലിനി ശ്യാമയോട് ആവശ്യപ്പെട്ടു. അത് കേട്ട ശ്യാമ ചോദിച്ചു, കുഞ്ഞേച്ചി ഞാൻ എന്ത് സഹായം ചെയ്യണമെന്നാ കുഞ്ഞേച്ചി പറയുന്നത്? എന്താ ഞാൻ ചെയ്യേണ്ടത്? കുഞ്ഞേച്ചി പറ, ഞാൻ അതുപോലെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞതും ശാലിനി ഉടനെ തന്നെ ശ്യാമയോട് പറഞ്ഞു, അന്ന് അവരുടെ വിവാഹം നടന്നു എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലം ഏതാണെന്ന് ഉടനെ തന്നെ അവരുടെ വിവാഹം നടത്തിയ ആ ക്ഷേത്രം ഏതാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ആ ക്ഷേത്രം ഏതാണെന്ന് എപ്പോഴെങ്കിലും അവർ പറയുകയുണ്ടായോ? ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് അവരുടെ വിവാഹം നടന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞതായി കേട്ടതായി എന്തെങ്കിലും ഓർമ്മയുണ്ടോ മോൾക്ക് എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, അന്ന് സത്യാമ്മ ചോദിച്ചപ്പോ അവരൊരു പേര് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ശ്യാമ അല്പനേരത്തേക്ക് ആലോചിച്ചു. അതിനുശേഷം ശ്യാമ പറഞ്ഞു, ആ കിട്ടിപ്പോയി കുഞ്ഞേച്ചി, അത് പാലോടുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, ശരി, പാലോടുള്ള മഹാദേവ ക്ഷേത്രം, എന്നാൽ അത് മതി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവിടെ ഇങ്ങനെ ഒരു വിവാഹം ആ ദിവസം നടന്നിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വേഗം അവിടെ നിന്ന് പുറപ്പെടുന്നു. നേരെ ക്ഷേത്രത്തിലേക്ക് ശാലിനി എത്തിച്ചേർന്നു. പാലോടുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്ക് വന്ന ശാലിനിയുടെ അരികിലേക്ക് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ എത്തി. അവരോട് ശാലിനി പറഞ്ഞു, ഞാൻ ഇവിടുത്തെ സ്ഥലം കളക്ടറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങളുടെ അല്ലെങ്കിൽ ചില കേസിന്റെ ഭാഗമായി ഇവിടുന്ന് ചില കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ വിവാഹ കാര്യമാണ് പ്രധാനമായി എനിക്ക് അറിയേണ്ടത്. ഈ ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം 23-ാം തീയതി നടന്ന ഒരു വിവാഹത്തെ കുറിച്ചാണ് ഞാൻ അന്വേഷിക്കാൻ വന്നത്. അവരുടെ വിവാഹം ഇവിടെ വെച്ച് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് വിവാഹ രജിസ്റ്റർ ഒന്ന് നോക്കി നിങ്ങൾ അതിനുള്ള മറുപടി എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഏത് പെൺകുട്ടിയുടെയും പയ്യന്റെയും പേരൊന്ന് പറയൂ മേഡം എന്ന് അവർ ചോദിച്ചതും ശാലിനി പറഞ്ഞു, അന്നത്തെ CCTV ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണിക്കണമെന്ന് ശാലിനി ആവശ്യപ്പെട്ടു. അതിനെന്താ മേഡം, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവർ സമ്മതിച്ചു. ഉടനെ ശാലിനി വിഷ്ണുവിന്റെയും കാർത്തികയുടെയും പേര് പറഞ്ഞു. അവർ അന്നത്തെ വിവാഹ രജിസ്റ്റർ ബുക്കിൽ നോക്കി. അന്ന് നടന്ന വിവാഹങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ബുക്കിൽ നോക്കിയതും അതിൽ ഒന്നും തന്നെ ആ രജിസ്റ്റർ ബുക്കിൽ ഒന്നും തന്നെ ആ ഒരു പേര് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അന്നേ ദിവസം ഇങ്ങനെ ഒരു പേരിൽ ഇവിടെ വിവാഹം നടന്നിട്ടില്ല മേഡം എന്ന് അവർ മറുപടി നൽകി. ഉടനെ അല്പനേരത്തേക്ക് ശാലിനി ആലോചിച്ചു.
ഭഗവാനെ, നീ ഈ സത്യം എന്റെ മുന്നിൽ തെളിയിക്കുകയാണോ? അവരുടെ വിവാഹം നടന്നില്ല എന്നത് സത്യം തന്നെയാണല്ലോ അല്ലെ എന്ന് വീണ്ടും ഭഗവാനോട് ഒരു ചോദ്യം ചോദിക്കുകയും അങ്ങനെ തന്നെ ആയിരിക്കണേ എന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുകയും ശാലിനി ചെയ്യുന്നു. അതിനുശേഷം അവരോട് അന്നത്തെ CCTV ഫോട്ടോസുകൾ ഒന്ന് കാട്ടുമോ എന്ന് അന്വേഷിച്ചു. ശാലിനിയുടെ ആവശ്യപ്രകാരം അവർ അന്ന് നടന്ന വിവാഹത്തിന്റെ CCTV ഫോട്ടേജുകൾ അവർ കാട്ടുന്നു. ശാലിനി അന്ന് ആ ദിവസം ആ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ എല്ലാ വിഷ്വൽസും ശാലിനി പരിശോധിക്കുന്നു. അതിലെങ്ങും തന്നെ വിഷ്ണുവും കാർത്തികയും തമ്മിലുള്ള ഒരു വിവാഹമോ താലികെട്ട് ചടങ്ങോ അവിടെ നടന്നതായി ശാലിനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടെ തന്നെ ശാലിനിക്ക് ആ നിമിഷം എല്ലാം തന്റെ ചിന്തകളും താൻ കണ്ടെത്തിയതെല്ലാം സത്യമാണെന്ന് ശാലിനിക്ക് ബോധ്യമായി. അപ്പോ അന്ന് ഇങ്ങനൊരു വിവാഹം അവിടെ നടന്നിട്ടില്ല. ശ്യാമയെ പറഞ്ഞതുപോലെ തന്റെ കണ്ടെത്തലും പോലെ ശരി തന്നെയാണ്. വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെയും വിവാഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിട്ടില്ല. ആ വിവാഹം നടന്നു എന്ന് പറയുന്നത് വെറും ഒരു കളവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോ എന്തിനാണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കണം? എന്തിന് അവരിങ്ങനെ ഒരു നാടകം നടത്തണം? അതിന്റെ കാരണം എന്തായിരിക്കും? അതിന്റെ ഉത്തരമാണ് ഇനി കണ്ടെത്തേണ്ടത്. അതോടൊപ്പം തന്നെ കാർത്തികയും മധുശ്രീയും തമ്മിലുള്ള ബന്ധം എന്താണ്? മധുശ്രീയുമായിട്ടുള്ള കാർത്തികയുടെ ഇടപാട് എന്തായിരിക്കും? ഒരു കാരണവശാലും വിഷ്ണുവേട്ടൻ മധുശ്രീയുമായി ബന്ധമുള്ള ഒരാളുമായിട്ട് കൂട്ടുകൂടാനോ ഇങ്ങനെ ഒരു നാടകത്തിനോ ഒരിക്കലും വിഷ്ണുവേട്ടൻ തയ്യാറാവില്ല. പിന്നെ എന്തിനായിരിക്കാം വിഷ്ണുവേട്ടൻ കാർത്തികയുമായി കൂട്ടുചേർന്ന് ഇങ്ങനൊരു നാടകത്തിനായി തയ്യാറെടുത്തത്? എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? ഇത് ആരുടെ നാവിൽ നിന്ന് ഈ സത്യം കണ്ടെത്താൻ കഴിയും എന്നെല്ലാം ആലോചിച്ച് ശാലിനി ആ ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്നു.